4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതിന് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ പോലും ചോദിക്കാൻ ഒരുപാട് മനുഷ്യരുള്ള ഈ ലോകത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരുന്നില്ല എന്നുള്ള വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ വിശ്വാസമാണ്, ആ ധൈര്യമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്രയൊക്കെ നിശബ്ദനാക്കിയാലും എത്രയൊക്കെ വിലങ്ങണിയിച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ തീരും. കാരണം ഈ രാജ്യം ഒരു തന്നെ തന്തയുടെ കഥയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ഹലോ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്താ സിനിമയുടെ ഡയലോഗൊക്കെ വന്നിട്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു പ്രശസ്തമായ സിനിമയുടെ പ്രശസ്തമായ ഡയലോഗാണ്. അപ്പം ഞാനിത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. എനിക്ക് ഈ 9ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റിന് നമ്മൾ ആഘോഷിച്ചത്. എല്ലാവരും ആഘോഷിച്ചത്, വിജയമായി ആഘോഷിച്ചത്, സന്തോഷത്തോടെ ആഘോഷിച്ചത് നമ്മുടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതൊന്നും ചുമ്മാ ഒരു സിനിമയ്ക്ക് വേണ്ടി കെട്ടിച്ചമച്ച കഥയല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ്, നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ 79 വർഷം കൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോഴും അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നമുക്ക് ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം, ആരോട് വേണമെങ്കിലും നമുക്ക് വൈരാഗ്യം വെക്കാം, ആരെ വേണമെങ്കിലും ആ വൈരാഗ്യത്തിന്റെ പുറത്ത് നമുക്ക് തല്ലിക്കൊല്ലാം, വെടിവെച്ച് കൊല്ലാം, വെട്ടിക്കൊല്ലാം, പല രീതിക്കും നമുക്ക് കൊല്ലാം, അല്ലേ? ആർക്കും ആരെയും കൊല്ലാം എന്നുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞു, അല്ലേ? അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളായിരുന്നെങ്കിലും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികളുടെ നേർക്കും ഇപ്പം ലൈംഗിക അതിക്രമങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് മാറ്റുന്നത്?